ഉസ്താദ് കാണിച്ചു കൊടുത്ത ശരിയായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഹക്കായ വഴികൾ, ആ വഴിയിലൂടെ തന്നെ ഇന്നും നീങ്ങിക്കൊണ്ടിരിക്കുന്ന സഖാഫികളായ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരു സഖാഫിയാണ് ബഹുമാന്യരായ സാലിഹ് സഖാഫി അവറുകൾ. നമ്മൾ മനസ്സിലാക്കണം, ഞാൻ പറഞ്ഞില്ലേ, സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനം മശായിഖുമായുള്ള ബന്ധമാണ്. കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെ കാലമായി AP ഉസ്താദ് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഇന്നും ജീവിച്ചിരിക്കുന്ന ഉന്നതമായ ഹളറത്തുകൾ, ആ ഹളറത്തുകളിൽ പോകുന്ന സമയത്ത് അന്നും ഖാദിമായി കൂടെ പോകാറുണ്ടായിരുന്ന AP ഉസ്താദ് കൂടെ കൊണ്ടുപോയിരുന്ന വ്യക്തിത്വമാണ് സാലിഹ് സഖാഫി. ഇന്നും ആ സുന്നത്ത് ജമാഅത്തിന്റെ ഹക്കായ അടിസ്ഥാനത്തിൽ യാതൊരു വ്യതിയാനവുമില്ലാതെ ആ വഴിയെ മുറുകെ പിടിച്ച് സാലിഹ് സഖാഫി ഇന്ന് മുന്നേറുകയാണ്. അപ്പൊ AP ഉസ്താദ് പഠിപ്പിച്ച അതേ ആദർശത്തിലുള്ള സഖാഫി, ആ സഖാഫിക്ക് കൂടി അർഹതപ്പെട്ട അവരുടെ തറവാട് വീട്, ആ വീട്ടിൽ അവരുടെ ഉമ്മയാണല്ലോ മരണപ്പെട്ടത്. ആ ഉമ്മ മരണപ്പെടുമ്പോ ആ വീട്ടിലെ മകൻ കൂടിയായ സാലിഹ് സഖാഫി ആ വീട്ടിലുണ്ട്. നിങ്ങളുടെ ഈ പറയുന്ന AP സംഘടനയിലെ എത്ര നേതാക്കന്മാരവിടെ വന്നു, അവിടെ ദുആ ചെയ്തു, അവിടെ മൗലിദിന് നേതൃത്വം നൽകി. ഏതെങ്കിലും രൂപത്തിൽ ഒരു അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന ശൈലി സാലിഹ് സഖാഫിയിൽ നിന്നുണ്ടായോ? ഉണ്ടായില്ല. എന്തുകൊണ്ട്? അത് സാലിഹ് സഖാഫിക്ക് അത്തരം ഒരു സംസ്കാരം മശായിഖന്മാർ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ഈ മതത്തിന്റെ പേരിലുള്ള തീവ്ര ചിന്താഗതി, ഇത്തരം ഒരു ഫാസിസം, സംഘടനാ ഫാസിസം, ഈ തീവ്രമായ മതത്തിന്റെ പേരിൽ ഇത്രമാത്രം തീവ്രമായ ചിന്താഗതികൾ, അത്രയും സങ്കുചിതമായ നിലപാടുകൾ, അത് സഖാഫിക്ക് ഇന്നവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ മശായിഖന്മാരിൽ നിന്ന് അത്തരം നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടില്ല. അവർ നൽകുന്ന സന്ദേശം എന്താണ്? സ്നേഹത്തിന്റെ, സഹിഷ്ണുതയുടെ, സമഭാവനയുടെ, പാരസ്പര്യ വിശാല മനസ്കതയുടെ വിശുദ്ധമായ ദർശനങ്ങളും സന്ദേശങ്ങളും ആശയങ്ങളുമാണ് അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വെറും ഒരു സാലിഹ് സഖാഫിയുടെ വിഷയം മാത്രമാണോ? ഇവിടെ AP വിഭാഗം സമസ്തയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ പിഴച്ചവരാണെന്നും അവർ എല്ലാ അർത്ഥത്തിലും പിഴച്ചുപോയിട്ടുണ്ട് എന്നും ആ പിഴച്ചുപോയ ആളാണ് എന്ന് ഇവർ കൃത്യമായി പ്രസംഗത്തിൽ കൊണ്ടുവരികയും അതുപോലെ തന്നെ പല പരിപാടികളിലും പ്രഖ്യാപിക്കുകയും ചെയ്ത ബഹുമാന്യരായ TMC ഉസ്താദ് എന്താണ് അവർ പിഴക്കാനുള്ള കാരണമായി ഇവർ പറഞ്ഞത്? TMC ഉസ്താദ് ഒരു കാലത്ത് കാരന്തൂര് മർക്കസിലെ മുദരിസായിരുന്നു, വലിയ പ്രഭാഷകനായിരുന്നു. കേരളം അറിയപ്പെട്ട ഒരു പ്രഭാഷകനും പണ്ഡിതനും മുദരിസുമായ ബഹുമാന്യരായ TMC ഉസ്താദിന് പിഴവ് സംഭവിച്ചിട്ടുണ്ട്, പിഴച്ചുപോയിട്ടുണ്ട്, അദ്ദേഹം പിഴച്ചയാളാണ് എന്നിവർ പറയാനുള്ള കാരണം എന്താണ്? മഹാനരായ ശൈഖുൽ മശായിഖ് സുൽത്താനുൽ ഔലിയാ ഖുത്ബുൽ ആലം ശൈഖുനാ മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് TMC ഉസ്താദിന് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത, ഇന്നും ജീവിച്ചിരിക്കുന്ന ഉന്നതമായ ഹളറത്തിൽ മഹാനരായ TMC ഉസ്താദ് എത്തി. അവരുടെ നിർദ്ദേശാനുസരണം ജീവിച്ചു. അതിന്റെ പേരിൽ ഇവിടെ ഉണ്ടായ ഒച്ചപ്പാടുകൾ എന്താണ്? TMC ഉസ്താദ് പിഴച്ചു എന്ന പ്രസ്താവന ഇറക്കി. TMC ഉസ്താദ് അതേ ഒരു ആമിയായ മനുഷ്യന്റെ ഒപ്പം കൂടി എന്നു രൂപത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കി TMC ഉസ്താദിനെ പിഴച്ചവനായി ചിത്രീകരിച്ചു. എന്നിട്ടോ ആ TMC ഉസ്താദ് വഫാത്താകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മശായിഖന്മാരുടെ അഹ്ൽ അവിടെ സജീവമാണ്. സാവിയത്തു സൂഫിയ ഉൾപ്പെടെയുള്ള ഈ കാലഘട്ടത്തിലെ ഉന്നതാധികാരികളായ മശായിഖന്മാരുടെ അനുയായി വൃന്ദങ്ങൾ, മക്കൾ അവിടെ സജീവമാണ്. ആ സ്ഥലത്തേക്ക് ഈ സംഘടനയുടെ ഏറ്റവും ടോപ്പ് ലീഡേഴ്സ് ആകുന്ന AP ഉസ്താദും ചെറിയ AP ഉസ്താദും രണ്ടുപേരും കൊടുവള്ളിയിലെ വീട്ടിലേക്ക് കടന്നു വന്നില്ലേ? എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മലയാളികൾ, പ്രബുദ്ധരായ കേരളീയ സമൂഹം ഉറക്കെ ചിന്തിക്കണം. എന്താണ് മശായിഖന്മാരുടെ അഹ്ലും ഈ AP സംഘടനയിലെ ഈ തീവ്ര ചിന്താഗതിയുള്ള മതത്തിന്റെ പേരിൽ തീവ്രവാദം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗുണ്ടായിസം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളും തമ്മിലുള്ള വ്യത്യാസം? സൂഫി വഴികളുള്ള ആളുകളും ഈ സംഘടനാവൽക്കരിക്കപ്പെട്ട സങ്കുചിത മനോഭാവത്തിന്റെ ഉടമകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഇത്തരം തീവ്രവാദികളും തമ്മിലുള്ള അന്തരമെന്തെന്ന് പ്രബുദ്ധ കൈരളി തിരിച്ചറിയണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. കൊടുവള്ളി വീട്ടിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ആ വീട്ടിലേക്ക് കടന്നു വരുന്നു AP ഉസ്താദ്
ഉസ്താദ് കടന്നു വന്നു. അവിടെ ദുആ ചെയ്യുകയാണ്. നമ്മളൊക്കെ അതിന് ആമീൻ പറയുകയാണ്. കാരണം ആ ഒരു ആതിഥേയത്വ മര്യാദയോടുകൂടി അതിഥികളെ സ്വീകരിക്കാനുള്ള ഒരു അധ്യാപനമാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട മശായിഖ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ AP ഉസ്താദ് വന്നപ്പോ ഏറ്റവും നല്ല രൂപത്തിൽ ആതിഥേയത്വ മര്യാദയോടുകൂടി AP ഉസ്താദിനെ സ്വീകരിക്കുകയും ആ പ്രാർത്ഥനയിൽ ഞങ്ങളൊക്കെ പങ്കാളികളാവുകയും ചെയ്തു. അത് കഴിഞ്ഞു വന്യരായ TMC ഉസ്താദിന്റെ ജനാസ കൊടുവള്ളി ജുമുഅത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ചിന്തിക്കണം, ആ ജുമുഅത്ത് പള്ളിയിൽ ആ മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകുന്നതാരാ? AP വിഭാഗം സംഘടനയുടെ AP ഉസ്താദിനെ കഴിച്ചാൽ ജനഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയിരുന്ന ചെറിയ AP ഉസ്താദായിരുന്നു. ആ ചെറിയ AP ഉസ്താദ് അവിടെ ജനാസ നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നു. വളരെ ആദരവോടുകൂടി ഞങ്ങളൊക്കെ അതിന്റെ പിന്നിൽ അണിനിരന്ന് നിസ്കരിക്കുന്നു. വലിയ സന്തോഷത്തോടുകൂടി ആ മഹത്തായ സദസ് അവിടെ അവസാനിക്കുകയാണ്. ഒരൊച്ചപ്പാടും അവിടെ ഉണ്ടായിട്ടില്ല. അതിനുശേഷവും ചെറിയ AP ഉസ്താദ് ആ വീട്ടിൽ വരുന്നു, ദുആ നിർവഹിക്കുന്നു. എല്ലാവരും ആമീൻ പറയുന്നു. എല്ലാവിധ സംവിധാനങ്ങളും സൗകര്യങ്ങളും ആതിഥേയത്വ മര്യാദയോടുകൂടി അതിഥികളായ നമ്മൾ അതിനൊരുക്കി കൊടുക്കുന്നു. ഈ ഒരു സംസ്കാരമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഒരിക്കലും AP വിഭാഗത്തിന്റെ ഏതെങ്കിലും ഒരു നേതാവ് വരുന്ന സമയത്ത് അവരെ തടയാനോ അവർക്കെതിരെ ഗോ ബാക്ക് വിളിക്കാനോ അവരെ വിഷമിപ്പിക്കാനോ അവരോട് ഒരു നീരസം പ്രകടിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു നോട്ടം പോലും ഈ അഹ്ലിൽ നിന്നുണ്ടായിട്ടില്ല എന്നത് നല്ല മനസ്സോടുകൂടി കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി വിലയിരുത്തുന്ന നിഷ്പക്ഷമതികളായ പ്രബുദ്ധ കൈരളി തിരിച്ചറിയണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊരു TMC ഉസ്താദിന്റെ വിഷയം മാത്രമല്ല. ഇനിയും നിങ്ങൾ ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പൂനൂരിൽ വെച്ച് എടുത്ത സമയത്ത് വിട പറഞ്ഞുപോയ നമ്മുടെ പ്രിയപ്പെട്ട സലാം സഖാഫി ഉസ്താദ് അവറുകൾ, ആ വന്ധ്യരായ ഉസ്താദ് അവറുകൾ മരണപ്പെട്ടപ്പോ അവിടുത്തെ മൗത്ത് നടന്ന സമയത്ത് AP വിഭാഗത്തിലെ എത്ര ആളുകൾ വന്നു? വളരെ മാന്യമായിട്ടല്ലേ എല്ലാ കാര്യങ്ങളും അവിടെ കൈകാര്യം ചെയ്തിരുന്നത്? നമ്മുടെ സാവിയത്ത് സൂഫിയയുടെ ഈ അഹ്ലിലെ ആളുകളായിരുന്നില്ലേ ശൈഖുനയുടെ നേതൃത്വത്തിൽ? ചോദിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സലാം സഖാഫി ഉസ്താദിന്റെ വീട്ടിലേക്ക് കടന്നു വന്ന ഏതെങ്കിലും ഒരു AP വിഭാഗത്തിന്റെ ഒരു നേതാവിന്, ഒരു പ്രവർത്തകന്, ഏതെങ്കിലും ഒരു മുസ്ലിയാർക്ക് പ്രയാസമുണ്ടാകുന്ന രൂപത്തിലുള്ള എന്തെങ്കിലും ഒരു അസ്വാരസ്യം അവിടെ നിന്നുണ്ടായിട്ടില്ല. അവിടെ മൗലിദ് പരിപാടികൾ നടന്നു. അവിടെ 3ന്റെ ദിവസം വലിയ മജ്ലിസ് നടന്നു, 14-ന് നടന്നു, 40-ന്റെ ദിവസം നടന്നു. ഈ പ്രോഗ്രാമുകളിലെല്ലാം, ഈ മജ്ലിസുകളിലെല്ലാം AP വിഭാഗത്തിന്റെ ആളുകൾ ഉണ്ടായിരുന്നില്ലേ? അതിൽ വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നില്ലേ? ഞങ്ങൾ അവരോട് എന്തെങ്കിലും രൂപത്തിലുള്ള നീരസം പ്രകടിപ്പിച്ചോ? ഞങ്ങളുടെ ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മൗലിദ് സദസ്സിന് വരുമ്പോ ആദരവോടുകൂടി അവർക്ക് ഹിക്കായത്തോതാനുള്ള അവസരം കൊടുക്കുന്നു. അവരെ കൊണ്ട് തന്നെ ദുആ ചെയ്യിപ്പിക്കാൻ ആദ്യത്തെ ദുആ അവർ നിർവഹിക്കട്ടെ എന്ന സ്നേഹത്തോടുകൂടെ ഒരു അതിഥി ഒരു മരണ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആതിഥേയത്വ മര്യാദയോടുകൂടി എവിടെയും സ്വീകരിക്കണം. പ്രത്യേകിച്ച് മരണ വീട്ടിൽ സ്വീകരിക്കേണ്ടെന്ന ആ ആദാബുകൾ അത് ഞങ്ങളെ മശായിഖ് ഞങ്ങളെ പഠിപ്പിച്ചതാ. ബഹുമാന്യരായ മർഹൂം PV ഉസ്താദ് അറിയാമല്ലോ. PV ഉസ്താദ് മൗത്തായ സമയം അവിടെ നടന്ന പരിപാടികൾ, ചടങ്ങുകൾ, അതുമായി ബന്ധപ്പെട്ട് എത്ര AP വിഭാഗത്തിന്റെ ആളുകൾ വന്നു. അവിടെയും ഞങ്ങൾ പ്രയാസങ്ങൾ സൃഷ്ടിച്ചില്ലല്ലോ. വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്ന ശൈലിയല്ലേ ഞങ്ങൾ അവിടെ സ്വീകരിച്ചത് പ്രിയപ്പെട്ട സഹോദരന്മാരെ? എന്തിനേറെ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ വർഷം നമ്മിൽ നിന്ന് മൗത്തായി പോയ ബഹുമാന്യരായ മുക്കത്തെ നമ്മുടെ മാമുട്ടി ഹാജി AP വിഭാഗം സംഘടനയുടെ ഒരു കാലഘട്ടത്തിലെ എല്ലാമെല്ലാമായി ആ പ്രദേശത്തിന്റെ ജീവാത്മാവും പരമാത്മാവുമായി പ്രവർത്തിച്ചിരുന്ന മാമുട്ടി ഹാജി, അവരുടെ മരണം, ആ മരണം സംഭവിച്ച സമയത്ത് AP വിഭാഗത്തിന്റെ ഉത്തരവാദപ്പെട്ട സ്റ്റേറ്റ് ജില്ലാ നേതാക്കൾ വരെ ആ വീട്ടിലേക്ക് കടന്നു വന്നില്ലേ? ഞങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ, ഞങ്ങളുടെ ഏതെങ്കിലും അഹിലിൽപ്പെട്ടൊരു കൂട്ടുകാരൻ ഒരു നീരസത്തോടുകൂടെയുള്ള നോട്ടം അവരെ നോക്കിയിട്ടുണ്ടോ? മാമുട്ടി ഹാജിയുടെ മക്കൾ, ആ മക്കൾ മുഴുവനും വന്യരായ ഞങ്ങളുടെ ശൈഖുനയുടെ ആ പരിശുദ്ധമായ ആ നേതൃത്വത്തിന്റെ പിന്നിൽ അണിനിരക്കുന്നവരല്ലേ? എന്നിട്ട് പോലും ഏതെങ്കിലും രൂപത്തിൽ വരുന്നയാളുകൾ AP വിഭാഗത്തിലെ നിഷ്കളങ്കരായ, നിസ്വാർത്ഥരായ, വികല വിശ്വാസങ്ങളില്ലാത്ത, വൃത്തികേടുകൾ വിളിച്ചുകൂവാത്ത എത്രയോ നല്ല മനുഷ്യർ ഞങ്ങൾ പറയാറുണ്ടല്ലോ.
അത്തരം ആളുകൾ അവിടെ വന്നു, ആ പരിപാടിയിൽ സംബന്ധിച്ചു, ജനാസയിൽ പങ്കെടുത്തു, ജനാസ നമസ്കാരത്തിൽ പങ്കെടുത്തു, മയ്യിത്ത് കാണാൻ വന്നു, അതിനുശേഷം നടന്ന അവിടത്തെ ചടങ്ങുകളിൽ സംബന്ധിച്ചു. എന്തിനേറെ ഈ കഴിഞ്ഞ അവരുടെ ആദ്യത്തെ ആണ്ടിന്റെ മജ്‌ലിസിൽ വരെ അത്തരം ആളുകൾ പങ്കെടുത്തില്ലേ? ഏതെങ്കിലും രൂപത്തിൽ അവർക്കൊരു നീരസം പ്രകടിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു ശൈലി ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായോ? ഇല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ കൃത്യമായി അടിവരയിട്ട് മനസ്സിലാക്കണം. എന്നാൽ ഇവർ ചെയ്യുന്ന പരിപാടിയോ തീർത്തും മാനവിക വിരുദ്ധതയുടെ അഴിഞ്ഞാട്ടമാണ്. AP സമസ്തയുടെ ഈ ഗുണ്ടായിസം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടത് ആഘോഷിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങളുടെ കയ്യിൽ അതിന്റെ പൂർണ്ണമായ വീഡിയോകളുണ്ട്, അതിന്റെ ഫോട്ടോസുകളുണ്ട്. ഇതൊന്നും ഞങ്ങൾ പുറത്തുവിടാൻ നിന്നില്ല. എന്തുകൊണ്ട്? മരണത്തിന്റെ, സ്വന്തം പ്രിയപ്പെട്ട മാതാവിന്റെ വേർപാടിന്റെ വിരഹദുഃഖം കൊണ്ട് വേദനിക്കുന്ന മനസ്സുമായി കഴിയുന്ന ആ കുടുംബത്തിന് ഏതെങ്കിലും രൂപത്തിൽ ഒരു പ്രയാസമുണ്ടാകാൻ പാടില്ല എന്ന നിർബന്ധം ഞങ്ങൾക്കുണ്ടായിരുന്നു.